ഇന്നിവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്ന ദിവസമാണ് കേട്ടോ. കുട്ടിക്കല്യാണം, തെരണ്ട് കല്യാണം എന്നൊക്കെ പറയും. കുട്ടിച്ചൻ്റെ കുട്ടിയുടെ വയസ്സറിയിക്ക് ചടങ്ങാണ് കേട്ടോ ഇന്നേക്ക് 5ാമത്തെ ദിവസമാണ് ഞങ്ങൾ ഫംഗ്ഷൻ വെച്ചെന്ന്. കുറേ മുന്നത്തെ ജനറേഷനിലൊക്കെ കുട്ടികൾ വലിയ കുട്ടിയാവുന്നത് 9ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ്. പക്ഷേ ഇപ്പോൾ കുറേ വ്യത്യാസമുണ്ട്. ഫുഡിൻ്റെയും ഒക്കെ വ്യത്യാസം കൊണ്ടായിരിക്കും ഒരു 11 വയസ്സ് 12 വയസ്സൊക്കെ ആകുമ്പോഴേക്കും എല്ലാവരും പ്രായപൂർത്തി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ സ്വത്തുട്ടിയുടെ ഒരു ചെറിയൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് ഉഷാറാക്കിയിട്ടുണ്ട്. രാവിലെ ഇതാ ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ അവളെ കുളിപ്പിക്കാൻ കൊണ്ടുപോകും. കുളത്തിൽ 3 തവണ മുങ്ങി കുളിക്കണം എന്നാണ് പറയുക. അതുകൊണ്ട് ഇത് ഞങ്ങൾ വീടിൻ്റെ അവിടെയുള്ള ഒരു കുളത്തേക്കാണ് കേട്ടോ വന്നത്. ആദ്യമൊക്കെ ഇവിടെ കാട് പിടിച്ച് കിടക്കായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടാണ് ഇവിടേക്ക് ഈ കുളമൊക്കെ നേരേക്കിയിട്ടുള്ളത്. ഇവളുടെ ഈ പരിപാടി നടക്കുന്നതിന് മുമ്പ് ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ മാമയുടെ കുട്ടിയുടെ ചടങ്ങ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള ആചാരങ്ങളും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നല്ല കൺഫ്യൂഷൻ ആയിരുന്നു. ഒക്കെ മറന്നു പോയിരുന്നു കേട്ടോ. എന്നാലും ഞങ്ങൾക്ക് അറിയുന്നത് പോലെ ചെറിയ ലളിതമായിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ കഴിക്കുന്നത്. ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും കേട്ടോ എന്തിനാണ് ഇങ്ങനത്തെ ഫംഗ്ഷനൊക്കെ വെക്കുന്നത്, ഇതൊക്കെ എന്തിനാണ് ആൾക്കാരെ അറിയിക്കുന്നത് എന്നൊക്കെ. ഇതിലൂടെ അവൾക്കുണ്ടായ ഒരു സന്തോഷം അത് ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയായിരുന്നു. അങ്ങനെ ഇതാ നന്നായിട്ട് മഞ്ഞളൊക്കെ തേച്ച് കുളിപ്പിച്ചതിന് ശേഷം ഞങ്ങളത് അവൾക്കുള്ള ഡ്രസ്സും ഓർണമെൻറ്റ്സും ഒക്കെ ഇങ്ങോട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് റെഡിയാക്കിയിട്ട് മുടിയൊക്കെ കെട്ടി മേക്കപ്പൊക്കെ ചെയ്തിട്ട് ലാസ്റ്റാണ് ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോവുക. സ്വത്തുട്ടി ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ നടക്കുകയാണെങ്കിൽ എനിക്ക് ധാവണി തന്നെ മതി അച്ഛാന്ന്. അതുകൊണ്ട് കുട്ടിച്ചൻ തലേ ദിവസമൊക്കെ പോയിട്ടാണ് ഈ ധാവണിയൊക്കെ സെറ്റാക്കിയിട്ടുള്ളത്. ഇത് റെഡിമെയ്ഡ് ധാവണിയാണ് കേട്ടോ. തുണി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അടിച്ചു കിട്ടാനുള്ള ടൈം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ റെഡിമെയ്ഡ് എടുക്കുകയാണ് ചെയ്തത്. ധാവണിയുടെ ബ്ലൗസൊക്കെ ഒന്ന് ഷേപ്പാക്കേണ്ട ഒരു ആവശ്യം മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അത് തലേ ദിവസം തന്നെ അടിച്ചു കിട്ടി. ചേച്ചി ഇതാ അവിടെ മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലിപ്സ്റ്റിക്കും ഐഷാഡും ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ഞങ്ങൾ അവസാനം കുറച്ച് ഫോട്ടോസും കൂടി എടുത്തു. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയൊരു മാറ്റമാണ് ഇനി അവളുടെ ലൈഫിലൂടെ കടന്നു പോകുന്നത്. ഇന്ന് എന്തായാലും അവൾ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ഒരുപാട് ഡ്രസ്സൊക്കെ കിട്ടും. തലേ ദിവസം അവൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കലും എല്ലാവരും അവളെ കാണാൻ വരലും ഒക്കെ അവൾക്ക് പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അങ്ങനത്തെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യത്തെ കാലത്ത് ഓലക്കുട അങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് അതൊന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങളൊരു സാധാ കുട വെച്ചിട്ടാണ്. സ്വത്തുവിന് ഭയങ്കര മടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ആൾക്കാർ അറിയുന്നതുകൊണ്ട് അവൾക്ക് പ്രത്യേകിച്ചൊരു കുഴപ്പമൊന്നുമില്ല. കാരണം സ്വത്തുട്ടിക്ക് ഇതിനെ പറ്റിയിട്ട് ഞങ്ങളാണെങ്കിലും മേമയാണെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവൾക്ക് അതുകൊണ്ട് ഒരുവിധം കാര്യങ്ങളൊക്കെ അറിയാം. ഇതൊക്കെ മറച്ചു വെക്കേണ്ട കാര്യങ്ങളാണെന്ന് തോന്നിയിട്ടില്ല. വീട്ടിലെത്തി കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് കിട്ടിയ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളത് ഓരോ പരിപാടികൾക്ക് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. അത് ജിലേബി, മൈസൂർ പാക്ക്, ലഡു അങ്ങനെയൊക്കെ ഓരോ പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. മധുരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാ ഒരു കിണ്ടി എടുത്തിട്ട് അതിൽ 7 സാധനങ്ങൾ പൊതിഞ്ഞിട്ട് വാഴയുടെ ഇല കൊണ്ട് നാര് വെച്ചിട്ട് കെട്ടിയിട്ടുണ്ട്. ഇത് കൈകൊണ്ട് കൊത്തി പൊട്ടിച്ചിട്ട് ഇതിന്ന് 3 തവണ ഓരോ സാധനങ്ങൾ എടുക്കും. അതിൽ 7 സാധനങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞു തരാം. തുളസിയുടെ ഇല, മഞ്ഞൾ, കരിക്കട്ട, നെല്ല്, സ്വർണം, വെള്ളി, പിന്നെ ഒന്നുകൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ 7 സാധനങ്ങളാണ് വെക്കാറ്. പിന്നെ ഉള്ളത് ചെമ്പാണ് കേട്ടോ. എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത്. ഈ 7 എണ്ണത്തിൽ കരിക്കട്ട മാത്രം കിട്ടാതിരിക്കുന്നതാണ് നല്ലത്. ബാക്കി ഏത് കിട്ടിയാലും വലിയ കുഴപ്പമില്ലാത്തതാണ്. ഇവൾക്ക് കിട്ടിയത് നെല്ല്, വെള്ളി, പിന്നെ തുളസിയുടെ ഇല, ഇങ്ങനെ 3 എണ്ണമാണ് ഇവൾക്ക് കിട്ടിയത്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇതൊക്കെ വിശ്വസിക്കുന്നവരുണ്ടോ ഇന്നത്തെ കാലത്ത് നിന്ന് ഇത് കാണുന്ന ചിലവരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുകുന്നത് പോലെ നമുക്കൊരു പോസിറ്റീവ് എനർജി തന്നെയാണ്. ഇതാണ് കേട്ടോ കുട്ടിച്ചനും മേമി. ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പരിപാടി മാക്സിമം ഉഷാറാക്കാൻ നോക്കിയിട്ടുണ്ട്. അവിടെയുള്ള മുതിർന്നവർ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ കൈയിട്ട് അത് പൊട്ടിച്ചിട്ട് കുലുക്കിയിട്ട് നേരെ അതിന്ന് ഫസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഫസ്റ്റ് മേമയുടെ അനിയന് കൊടുക്കാനാണ് പറയുന്നത്. 2ാമത്തേത് എടുത്തിട്ട് സ്വത്തുട്ടിയുടെ അച്ഛന് കൊടുത്തു. 3ാമത്തേത് എടുത്തിട്ട് അവളെ കയ്യിൽ തന്നെ പിടിച്ചു. കിണ്ടിയിൽ കെട്ടിയത് മുറുക്കല്ലാണ്ട് ലൂസായിട്ട് അഴിഞ്ഞു പോയിണു കേട്ടോ.
പിന്നെ ഇതാ കുട്ടിച്ചന് ആദ്യം മഞ്ഞൾ കൊടുക്കുന്നു, പിന്നെ ഇതാ അതിൽ നിന്നൊരു സ്വീറ്റ്സ് എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഒരു ഉമ്മയും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഉമ്മ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുട്ടീച്ചൻ കൊടുക്കുന്നത്. അതുപോലെ മേമയും പിന്നെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഓരോ ഫംഗ്ഷനും ഒക്കെ വെക്കുമ്പോഴാണ് നമ്മളെല്ലാവരുമായിട്ട് കാണുകയും ഓർമ്മ പുതുക്കുകയും ഒക്കെ ചെയ്യുന്നത്. കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഇപ്പം ഞങ്ങളുടെ ഫാമിലിയിൽ ഇങ്ങനൊരു പരിപാടി ഉണ്ടാവുന്നത്. അതുകൊണ്ട് മാക്സിമം ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഓരോരുത്തരായി മഞ്ഞൾ തേക്കും സ്വീറ്റ്സ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വിധം എല്ലാവരും കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. മഞ്ഞളൊക്കെ എല്ലാവരും മുഖത്ത് തേച്ചു. വീഡിയോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുഞ്ഞൊരു കർട്ടനൊക്കെ സെറ്റാക്കിയിട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങളൊരു വിശേഷ ദിവസമായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. ഇനി നമുക്കുണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു നിമിഷങ്ങളൊക്കെ നമ്മൾ സന്തോഷത്തിലാക്കാൻ നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ അവളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു മാറ്റമാണ് ഇനി മുതൽ അവളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ ചെയ്ത ഓരോ കാര്യങ്ങളും ഓരോ സ്ഥലത്ത് വ്യത്യാസത്തിലായിരിക്കും കേട്ടോ. ഓരോ വ്യത്യസ്ത തരത്തിലായിരിക്കും ഓരോ ആചാരങ്ങളും നടക്കുന്നത്. ഞങ്ങൾക്ക് വരുന്നവരൊക്കെ ഒരുപാട് ഡ്രസ്സും ഓർണമെൻറ്റ്സും ഒക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അവൾ അതിൻ്റെയൊക്കെ ഒരു ഭയങ്കര സന്തോഷത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ് ഈ വീഡിയോയിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് കേട്ടോ. അവസാനത്തെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ എല്ലാവരും പിരിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.